9.5 വർഷം കേരളം ഭരിച്ച ഇടതുമുന്നണി LDF നേതൃത്വം കൊടുക്കുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി. 9.5 വർഷക്കാലം LDFന്റെ ഭരണം, ആ ഭരണത്തിന്റെ പോരായ്മകൾ, സംവിധാനത്തിലുണ്ടായിരിക്കുന്ന അഴിമതികൾ, അവ ചൂണ്ടിക്കാണിച്ചായിരിക്കണമല്ലോ സ്വാഭാവികമായും പ്രതിപക്ഷം പ്രവർത്തിക്കുക. പ്രതിപക്ഷത്തിന് അത്തരം അഴിമതികൾ ചൂണ്ടിക്കാണിക്കാനില്ലേ? സർക്കാരിന്റെ പോരായ്മകൾ എടുത്തു പറയാനില്ലേ? ഈ ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നു. എന്തുകൊണ്ട്? UDF നേതാക്കൾ തന്നെ LDFലെ ഘടകകക്ഷികളെ തേടി നടക്കുകയാണ്. LDFലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് CPI. അത് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വേണ്ടി നേരത്തെ തന്നെ വല വീശുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾ. അത് UDF കൺവീനറായി അടൂർ പ്രകാശ് വരുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള നീക്കം തുടങ്ങിയിരുന്നു. പക്ഷെ ഇതുവരെയും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അതിൽ വീണിട്ടില്ല, വഴങ്ങിയിട്ടില്ല. ഇപ്പോഴും സമ്മർദ്ദം തുടരുകയാണ്. വാതിൽ തുറന്നിട്ടിട്ടുണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വേണ്ടി. ഏത് സമയത്ത് വന്നാലും സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കെ സുധാകരൻ, അന്നത്തെ KPCC പ്രസിഡന്റ് മുതൽ ഇപ്പോഴത്തെ UDF കൺവീനർ അടൂർ പ്രകാശ് വരെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. എന്നാൽ ഇതുവരെയും മനസ്സ് തുറക്കാൻ, കോൺഗ്രസ് തുറന്നിട്ട വാതിലിലൂടെ UDFനകത്തേക്ക് വരാൻ കേരള കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അതേപോലെ ഇപ്പോൾ ഇതാ CPIയെയും ക്ഷണിച്ചിരിക്കുന്നു അടൂർ പ്രകാശ്, UDF കൺവീനർ. അടൂർ പ്രകാശ് പറയുന്നത് CPIയുടെ ഏറ്റവും നല്ല കാലം, സുവർണകാലം കോൺഗ്രസിനോടൊപ്പം നിന്ന കാലമാണ്. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അടൂർ പ്രകാശിന്റെ ഈ അഭ്യർത്ഥന. എന്ന് വെച്ചാൽ CPI മുന്നണി വിട്ട് UDFനോടൊപ്പം വരണം എന്ന്. ഇന്നും അദ്ദേഹം മാധ്യമങ്ങളോട് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്തിന് നിങ്ങൾ LDFൽ തുടരുന്നു? വിട്ട് പുറത്തു വരൂ. UDFൽ അർഹമായ പ്രാധാന്യം UDFൽ ലഭിക്കും. CPI മുന്നണി വിട്ട് പുറത്തു വരൂ. ഇതാണ് അടൂർ പ്രകാശ് പറയുന്നത്. എന്നാൽ അങ്ങനെ അത്ര ഉറച്ച് പറയുന്നില്ല പ്രതിപക്ഷ നേതാവ് PD സതീശൻ. പ്രതിപക്ഷ നേതാവ് പറയുന്നത് അക്കാര്യം തീരുമാനിക്കേണ്ടത് UDF അല്ല, UDFലെ ഘടകകക്ഷികളല്ല, CPI ആണ്. CPI നിലപാട് പറയട്ടെ. CPI നിലപാട് പറഞ്ഞതിന് ശേഷം UDFന് നിലപാട് പറയാം. പക്ഷെ അദ്ദേഹം പറയുന്നു, എങ്ങനെ CPIക്ക് LDFൽ തുടരാൻ കഴിയും? എന്ത് CPI എന്നാണ് CPIഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ചോദിക്കുന്നത്. അവഹേളിക്കുകയാണ് ചെയ്യുന്നത് CPIയെ CPM. അതുകൊണ്ട് അവിടെ ഈ അവഹേളനമേറ്റ് തുടരേണ്ട കാര്യമുണ്ടോ? മുന്നണി വിടൂ, രാഷ്ട്രീയ തീരുമാനം പ്രഖ്യാപിക്കൂ, അതിനുശേഷം UDFന്റെ നിലപാട് പറയാം. ഇതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിലപാട്. മുന്നണി വിട്ട് UDFലേക്ക് വന്നാൽ എന്തായിരിക്കും CPIയുടെ സ്ഥിതി? ഇപ്പോൾ LDFലെ രണ്ടാം കക്ഷിയാണ് CPI. 23 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. 17 MLAമാരുണ്ട്, 4 മന്ത്രിമാരുണ്ട്. LDF വിട്ട് UDFലേക്ക് വന്നാൽ CPIക്ക് 23 സീറ്റ് ലഭിക്കും. UDF എങ്ങാനും അധികാരത്തിൽ വന്നാൽ 4 മന്ത്രിമാരെ കിട്ടുമോ എന്ന ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുന്നണിയിലെ LDFലെ രണ്ടാം കക്ഷിയാണ് CPI. ഇപ്പോൾ അത് UDF ചെല്ലുമ്പോൾ മൂന്നാം കക്ഷിയായി മാറും. രണ്ടാം കക്ഷി ഒരു സംശയം വേണ്ട, മുസ്ലിം ലീഗ് തന്നെയായിരിക്കും. അവിടെ രണ്ടാം കക്ഷി എന്ന പദവി കിട്ടില്ല CPIക്ക്. ഇതെല്ലാം CPI ആലോചിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 23 സീറ്റിലാണ് CPI മത്സരിക്കുന്നത്. ആ 23 സീറ്റിൽ 3 സീറ്റിൽ മാത്രമാണ് ലീഗുമായി ഏറ്റുമുട്ടുന്നത്. ശേഷിക്കുന്ന സീറ്റുകളിൽ ഏറ്റുമുട്ടുന്നത് കോൺഗ്രസുമായിട്ടാണ്. ആ സീറ്റുകൾ അതുപോലെ CPIക്ക് നൽകാൻ കഴിയുമോ? CPI മത്സരിക്കുന്ന സീറ്റിൽ പറവൂറുണ്ട്, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സീറ്റ്, അത് വെച്ചു മാറേണ്ടി വരും. അതോടൊപ്പം തന്നെ ഹരിപ്പാടുണ്ട്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ സീറ്റ്, അത് വെച്ചു മാറേണ്ടി വരും. അപ്പോൾ സീറ്റ് ചർച്ചയും സീറ്റ് തർക്കവും രൂക്ഷമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. 23 സീറ്റും വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ? ലീഗ് സീറ്റ് വിട്ടുകൊടുക്കുമോ? ലീഗ് ഇനിയും കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ നിലവിൽ മത്സരിക്കുന്ന സീറ്റ് വിട്ടുകൊടുക്കാൻ തയ്യാറാകില്ല ലീഗ്. അത് സങ്കീർണമായ സ്ഥിതി ഉണ്ടാക്കും. പക്ഷെ അതൊന്നും പ്രശ്നമല്ല, എല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയും. നിങ്ങൾ മുന്നണി വിട്ട് പുറത്തു വരും. ഇതാണ് CPIയോട് UDF കൺവീനർ അടൂർ പ്രകാശ് പറയുന്നത്. ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. നിലവിലുള്ള മുന്നണി സംവിധാനം വെച്ച് UDFന് ജയിക്കാൻ കഴിയില്ലേ? ഈ ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. കഴിയില്ല എന്നതുകൊണ്ടാണല്ലോ CPIയുടെ പുറകെ പോകുന്നത്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പുറകെ പോകുന്നത്. സർക്കാരിന്റെ വീഴ്ച, സർക്കാരിന്റെ പരാജയം
ഇതെല്ലാം ചൂണ്ടിക്കാട്ടി വലിയ പ്രചാരണം നടത്തുമെന്നും കേരളത്തിൽ വലിയ തോതിൽ സർക്കാർ വിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട് എന്നും പറയുന്ന കോൺഗ്രസ് എന്തിനാണ് വീണ്ടും LDFിലെ മറ്റൊരു ഘടകകക്ഷിയുടെ പിറകെ പോകുന്നത്? ഒന്നല്ല, രണ്ട് പ്രധാന ഘടകകക്ഷികളുടെ പിറകെ പോകുന്നത്? ഈ ചോദ്യമാണ് ഇവിടെ ഉയർന്നത്. എന്ന് വെച്ചാൽ നിലവിലുള്ള UDF സംവിധാനം പോരാ LDFിനെ പരാജയപ്പെടുത്താൻ. നിലവിലുള്ള സംവിധാനത്തിൽ മുന്നോട്ട് പോകാൻ ആത്മവിശ്വാസക്കുറവുണ്ട് കോൺഗ്രസിന്, UDFിന്റെ ഘടകകക്ഷികൾക്ക് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഏതായാലും തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണ് UDFിന്റെ ഈ നിലപാട്. കാരണം LDFിന്റെ ഘടകകക്ഷികൾ കൂടെ വന്നാൽ മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന്. എന്നാൽ UDF നേതാക്കൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ LDF വിട്ട് പുറത്തു വന്നാൽ LDFിന്റെ ക്രെഡിബിലിറ്റി തകരും എന്ന് മാത്രമല്ല, കെട്ടുറപ്പില്ലാത്ത മുന്നണിയായി LDF മാറും. ജനങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അതുകൊണ്ട് പരാജയം തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉറപ്പിക്കാൻ കഴിയും LDFിന്റെ എന്നാണ്. UDF നേതാക്കളുടെ ആ നിലപാടിലും കാര്യമില്ല എന്ന് പറയുന്നില്ല. ആകെ ഒരു അന്തചിത്രം LDFിൽ ഉണ്ടാക്കാൻ കഴിയും. അത് വലിയ നേട്ടമാകും UDFിന്. അതൊരു രാഷ്ട്രീയ അടവാണ് എന്ന്. പക്ഷേ UDFിലേക്ക് വന്നാൽ സീറ്റ് വിഭജനം, മന്ത്രിമാരുടെ എണ്ണം, UDF അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ, ഇതൊക്കെ എങ്ങനെ പരിഹരിക്കും എന്ന വലിയ ചോദ്യം UDFിന് മുന്നിൽ നിൽക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ നിലവിലുള്ള സംവിധാനം, ആ സംവിധാനം ഉപയോഗിച്ച് LDFിനെ പരാജയപ്പെടുത്താൻ കഴിയില്ലേ എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനും കൃത്യമായ വിശദീകരണം നൽകാൻ UDF നേതാക്കൾക്ക് കഴിയില്ല. അത് മറ്റൊരു ചർച്ചയിലേക്ക് വഴി തുറക്കും. ആത്മവിശ്വാസക്കുറവ് ഉണ്ട് UDFിന്. അതോടൊപ്പം തന്നെ LDFിന്റെ 9.5 വർഷത്തെ ഭരണം, ആ ഭരണത്തിന്റെ പോരായ്മ അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഇത്തരം സംവിധാനത്തിലേക്ക് LDFിൽ നിന്ന് ഘടകകക്ഷികളെ തേടുന്നത് എന്ന ചോദ്യത്തിനും മറുപടി പറയേണ്ടി വരും UDF നേതാക്കൾ. ഏതായാലും രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് എന്ന് പറയേണ്ടി വരും.